ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഫർ ഫൺ വ്ളോഗ്. അപ്പം ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ്. ഇന്ന് നമ്മൾ എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. ബീട്രൂട്ട് ചിക്കൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇത് ആക്ച്വലി ഇമ്മേനെ ഉണ്ടാക്കുന്ന ഒരു ഒരു ചാനൽ നോക്കിയിട്ടാണ് അത് കണ്ടു പഠിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. പിന്നെ അതിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിൽ ചേർത്തിട്ടുള്ളത് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെന്താ വലിയ ഉള്ളി അരച്ചത് നല്ല പേസ്റ്റ് ആക്കി അരച്ചത്. ഞാൻ ഇവിടെ ട്യൂഷന് പോയിക്കായിരുന്നു, അതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല. പിന്നെന്താ വിനേഗർ, പിന്നെ തൈര് കുറച്ച് പിന്നെ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ബീട്രൂട്ട് ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീട്രൂട്ട് പുഴുങ്ങിയിട്ട് അത് അരച്ചതാണ് കേട്ടോ. ബീട്രൂട്ട് പുഴുങ്ങിയിട്ട് അരച്ചതാണ് ആക്ച്വലി. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വന്നപ്പോൾ നമുക്ക് അതിലോട്ട് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കനെല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്കിന്ന് സ്കൂളിൽ 12 മണി വരെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. 4:45 വരെ എന്നാണ് പറഞ്ഞത്, ബട്ട് 4:20 വിട്ടു. അപ്പോൾ ഒന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇപ്പം 5 മണിക്കാണ് എത്തിയിട്ടുള്ളത് ഗൈസ്. 5 മണിക്ക്, ഇപ്പോൾ 5 മണിക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഞാനാണെങ്കിൽ ഒരു മാങ്ങ മാത്രമേ തിന്നിട്ടുള്ളൂ സ്കൂളിൽ വന്നിട്ട്. അത് ഉച്ചക്ക് സ്കൂളിൽ വന്നിട്ട് ഞാൻ ആകെ ഒരു മാങ്ങ മാത്രമേ തിന്നിട്ടുള്ളൂ. അപ്പം ഇത് രാത്രിക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് അതിൻ്റെ ശേഷം ഞാൻ വേഗം കഴിക്കും. നല്ല വിശപ്പുണ്ട്, സഹിക്കുന്നില്ല. വിശപ്പൊന്നും നമുക്കിങ്ങനെ സഹിക്കാൻ പറ്റാത്തൊരു സാധനങ്ങളാണ്, പ്രത്യേകിച്ച് ഈ വിശപ്പ് എന്നൊക്കെ പറയുന്നത്. എന്ത് സഹിച്ചാലും വിശപ്പ് ഓർക്കുന്നതൊന്നും എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റില്ല. മക അടിക്കാൻ കിട്ടിക്കണം, ഇത്രേ പോലെ അടിക്കാൻ. ഫ്രണ്ട്സ്, അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ്. അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ട് മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ആക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലോട്ട് നമ്മുടെ ബീട്രൂട്ടിനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ബീട്രൂട്ട് അരച്ചതിനെയാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാ നമ്മൾ നന്നായിട്ട് ഈ ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ പോണ വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഈ സ്റ്റൗവിൽ കിടക്കണം. നമുക്ക് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബീട്രൂട്ട് ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി പറഞ്ഞാൽ ബീട്രൂട്ട് ചിക്കൻ ഷവായി അങ്ങനെ എന്തോ ആണ്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് തന്നെ വായന്ന് വെള്ളം വരുന്നേ. ടേസ്റ്റ് ഉണ്ടാവുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലെഗ് പീസിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. നല്ല ചിക്കൻ ലെഗ് പീസും പിന്നെ കൂടെ കഴിക്കാൻ നമുക്ക് ബ്രെഡാണ് ഉള്ളത്, ബ്രെഡും പിന്നെ നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ ഗ്രേവി കുറച്ചിങ്ങനെ ഇതിന് മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രസത്തിന് വേണ്ടി ഇരിക്കട്ടെ. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യാം. ബ്രെഡ് ഇങ്ങനെ എടുത്തിട്ട് അത് നമുക്ക് ബ്രെഡ് ഇല്ലാണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ഉണ്ടോ? ഇനി നമുക്ക് വലിയ ചിക്കനായിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ്, സെറ്റ് സാധനം, അടിപൊളിയാ. ഇങ്ങനെ അൽഫാമിനെക്കാട്ടിയൊക്കെ അൽഫാം അങ്ങനെയല്ല, നല്ല ഒരു നല്ല ടേസ്റ്റ്, നല്ല അടിപൊളിക്ക് ഇഷ്ടമായിട്ടോ. ഞാൻ ബ്രെഡിൻ്റെ കൂടെ കഴിച്ചു. കൊള്ളാം, സൂപ്പർ. ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ചച്ചായ ഒന്നുമില്ല, അടിപൊളി സെറ്റ് ടേസ്റ്റ്. അപ്പം അതിന് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. ആക്ച്വലി അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അടിപൊളി. ഇനി 3 കഴിച്ചിട്ട് അഭിപ്രായം പറയണം. സൂപ്പർ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എല്ലാവരുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പം ബൈ ബൈ, താങ്ക് ഫോർ വാച്ചിങ്.